നമ്മളെ ഇപ്പൊ ലുലുമോളി പോവാൻ പോണേന്ന്. അപ്പോൾ നമ്മൾ ലുലുമോളി ഇങ്ങോട്ടാണ്. അപ്പോൾ ഇപ്പൊ ഇങ്ങോട്ട് ചെയ്യാങ്കിയാണ്. അപ്പോൾ ഇങ്ങോട്ട് ചെയ്യാങ്കിയാണ്. പക്ഷെ ചെയ്യാങ്കി അപ്പൊ മറന്നത് അപ്പോൾ മറന്ന് നോക്ക് കണ്ട ഇപ്പൊ മറക്കേന്ന്. എല്ലാവരും കൊറേ പിരിച്ചേക്കുന്നേന്ന് റെയിൻ കോട്ട് മതി. പക്ഷെ മറയെങ്കിൽ ഇച്ചിരി ആൾക്കാർ കാർ യൂസ് ചെയ്യുന്നേന്ന്. ശരിക്കും ഒരാൾക്ക് സങ്കടമാണ്. എന്താട്ടെ വണ്ടി മുങ്ങി നമ്മുടെ ഇടയ്ക്ക് ഗ്രൗണ്ട് ക്ലിയർസ് കുറവുള്ള വണ്ടിയാണേ. അയ്യോ വണ്ടി മുങ്ങി നാട്ടുകാരെ. സീനാട്ട് അങ്ങാട് എടുക്കല്ലേ. അയ്യോ ദേ അടിയിലൊക്കെ വെള്ളം കയറുക. അയ്യോ നാട്ടുകാരെ ഓടിയോടെ. BMW ഒരെണ്ണം മുങ്ങിക്കിടപ്പുണ്ട്. അല്ലോ നമ്മള് മുങ്ങിപ്പോവല. മുങ്ങി നമ്മുടെ വണ്ടിയും ഇവിടെ കിടക്കും. നമ്മുടെ കാർ പോട്ടാക്കാന്ന് എന്റെ കാലൊക്കെ നനയങ്ങോട്ട് തോന്നുന്നു. ഇല്ലടാ എന്താട്ടെ വണ്ടിയിൽ വെള്ളം കയറിയാ നോക്കിയതാ. എന്താണ് ഇവിടെ BMW മുങ്ങി കിടന്നു. ഒരു BMW മുങ്ങി. അപ്പൊ നമ്മുടെ എറണാകുളത്ത് ഇവിടെ നല്ല മഴയാണ് ഗൈസ്. മഴ കാരണം റോഡൊക്കെ മുങ്ങി കിടക്കുകയാണ്. ഇത്രയും വെള്ളത്തിലൂടെ നമ്മുടെ കാർ ഇതുവരെ പോയിട്ടില്ലല്ലോ. നമ്മുടെ കാർ പോയിട്ടില്ല ഇതുവരെ. വെള്ളം വരുന്നുണ്ട്. ഗൈസ് നമ്മൾ ഇന്ന് ഒരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയാണ്. നമ്മൾ നേരെ എടപ്പള്ളിയിലോട്ട് വന്ന വഴിയുടെ അവസ്ഥ ഞാൻ കാട്ടിത്തരാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ എടപ്പള്ളിയിൽ ഒരു മഴ പെയ്താലുള്ള അവസ്ഥ. അപ്പോൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും വെള്ളമൊക്കെ ഏകിരിക്കുമെന്ന്. പിന്നെ ഇന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ടും നമുക്ക് കുട്ടികളുടെ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഇന്ന് ഇറങ്ങാൻ അധികം തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല എന്നോർത്ത് ഇറങ്ങിയതാണ്. പക്ഷേ നല്ല തിരക്കായിരുന്നു, വിചാരിച്ച പോലെയല്ല. പിന്നെയാണെങ്കിലോ വഴി ഫുള്ളും വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം പക്ഷേ നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പാട്ടൊക്കെ വെച്ച് എൻജോയ് ചെയ്ത്. അപ്പോൾ ഇഫൊക്കെ വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ സ്കൂളിലേക്ക്. അപ്പം നമ്മൾ എല്ലാ കൊല്ലവും വാങ്ങുന്നത് ഇവിടെ ലുലു മോളിൽ നിന്ന് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് നല്ല ഓഫേഴ്സിനും പിന്നെ കുറേ അധികം ഐറ്റംസ് ഉണ്ടാവും. നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ടൈമും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് തന്നെയാണ് വന്നത്. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് എല്ലാം ഇവിടെ നിന്ന് തന്നെ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ നമ്മുടെ കല്യാൺസിൽ നിന്നും അവിടെ നിന്നൊക്കെയായിട്ട് നമ്മൾ പരസ്യമൊക്കെ കണ്ട് അങ്ങോട്ട് പോയതാണ്. പക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ കുറേ ഐറ്റംസും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പം നമ്മൾ എന്തായാലും ഈ പ്രാവശ്യം എല്ലാം ഇവിടെ നിന്ന് തന്നെ വാങ്ങി. പിന്നെ കുറച്ച് കല്യാൺ സിൽക്സിൽ നിന്നൊക്കെ വാങ്ങി കേട്ടോ. അവിടെ സ്കൂൾ മേളം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമൊക്കെ തുടങ്ങിയേക്കുന്നതുകൊണ്ട് നമ്മൾ അവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ വാങ്ങിയോ? അവരൊക്കെ സ്കൂളിൽ പോകാൻ സെറ്റായോ? അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിയ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാട്ടിത്തരാം കേട്ടോ. കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ആൾക്ക് കഴിഞ്ഞ കൊല്ലത്തൊന്നും ചീത്തയായിട്ടില്ല. എന്നാലും പുതിയ സ്കൂൾ തുറക്കുമ്പോൾ എല്ലാം പുതിയത് വേണമെന്നുള്ളൊരു നിർബന്ധം എല്ലാ കുട്ടികളെയും പോലെ ഈഫൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എന്നാലും നമ്മൾ കുഞ്ഞിനല്ലേ വാങ്ങിക്കൊടുക്കാം എന്നൊക്കെ ഓർത്തതേ അങ്ങനെ നമ്മൾ ലുലു മോളിലേക്ക് കയറുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം കൊച്ചിനെ ഈഫനെ നോക്കണമായിരുന്നു എല്ലാ സാധനങ്ങളും. പിന്നെ വീട്ടിലത്തേക്ക് വേണ്ടിയിട്ടുള്ളതും എല്ലാം പർച്ചേസ് ചെയ്യണമായിരുന്നു
ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അതൊക്കെ എടുത്ത് വന്നപ്പോൾ തന്നെ നല്ല ലേറ്റായി. അപ്പം ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയത് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ അതൊക്കെ ആയിട്ട് ഒരു കുഞ്ഞ് വ്ളോഗ് അടുത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു പുതിയ വീഡിയോസും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.